നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. വികാരാവേശം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. എൻ്റെ ചേച്ചിയെ കാണാനില്ല സാറേ. മണികണ്ഠൻ പോലീസ് സ്റ്റേഷനിൽ ഓടിയെത്തി. 2 ദിവസം മുമ്പ് ജോലിക്ക് പോയ തൻ്റെ സഹോദരി മല്ലികയെ കാണാനില്ല എന്ന പരാതിയുമായി എത്തിയതായിരുന്നു അയാൾ. പരാതി വാങ്ങിവെച്ചിട്ട് ആ യുവാവിനെ പോലീസ് നേരെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി. വികൃതമാക്കപ്പെട്ട ആ മൃതദേഹം കണ്ട നിമിഷം പെട്ടെന്ന് മണികണ്ഠൻ്റെ ലോകം തകർന്നുപോയി. ത്വരൈപ്പാക്കം എന്ന പ്രദേശത്തെ ആ നിർമ്മാണ സൈറ്റിൽ കണ്ട കാഴ്ച ആ നഗരത്തിൻ്റെ താളം ആകെ തെറ്റിച്ചു. അവിടെയുള്ളൊരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലിക്കാർ രാവിലെ ജോലിക്കായി എത്തിയപ്പോൾ സൈറ്റിൻ്റെ മൂലയിൽ അസ്വാഭാവികമായി കിടക്കുന്നൊരു സൂട്ട് കേസ് കണ്ടു. അതെന്താണെന്ന് നോക്കിയവർ ഞെട്ടിത്തെരിച്ചുപോയി. ഭയന്ന അവർ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. സൂട്ട് കേസ് തുറന്നപ്പോൾ പോലീസ് കാണുന്നത് മുഖം വികൃതമായ നിലയിൽ കൊല ചെയ്യപ്പെട്ട 30-35 ഇടയിലുള്ളൊരു സ്ത്രീയുടെ ശരീരമാണ്. അജ്ഞാതയായ ആ സ്ത്രീ ആരാണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ? ആരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന പല ചോദ്യങ്ങളുമായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടയിലാണ് ത്വരൈപ്പാക്കം പോലീസ് സ്റ്റേഷനിലേക്ക് ആ യുവാവ് കണ്ണീരോട് ഓടിയെത്തിയത്. പ്രതിയെ കണ്ടെത്താനായി പോലീസ് ആ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ അരിച്ചുപെറുക്കി. സൂട്ട് കേസ് കണ്ടെത്തിയ സ്ഥലത്ത് ക്യാമറകളില്ലായിരുന്നുവെങ്കിലും സമീപത്തെ തെരുവിലെ ഒരു ക്യാമറയിൽ പോലീസിന് നിർണായകമായ ഒരു ദൃശ്യം ലഭിച്ചു. സമയം രാത്രി 2 മണി. വിജനമായ റോഡിലൂടെ ഒരാൾ ഭാരമുള്ളൊരു സൂട്ട് കേസ് വലിച്ചു കൊണ്ടുപോകുന്നു. അയാളുടെ മുഖത്തെ പരിഭ്രമവും വെപ്രാളവും ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ആ ദൃശ്യങ്ങളെ പിന്തുടർന്ന് പോലീസ് ചെന്നെത്തിയത് തൊട്ടടുത്തുള്ളൊരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ്. അവിടെ ഭയന്നിറഞ്ഞ മുഖത്തോടെ വാതിൽ തുറന്നു വന്നത് 23 വയസ്സുകാരനായ ദീപക് എന്ന എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്നു. അവൻ്റെ വീടിൻ്റെ പടിവാതിൽക്കൽ കണ്ട ഉണങ്ങിയ രക്തക്കറകൾ പോലീസിന് ധാരാളമായിരുന്നു കാര്യങ്ങൾ ഉറപ്പിക്കാൻ. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ഒരു നിമിഷത്തെ ദേഷ്യവും ഭയവും എങ്ങനെയാണ് ഒരു ജീവിതം ഇല്ലാതാക്കിയതെന്നും മറ്റൊരു ജീവിതം തകർത്തു കളഞ്ഞതെന്നും അവൻ വിതുമ്പിക്കൊണ്ട് വെളിപ്പെടുത്തി. ലോഡ്ജ് വൃത്തിയാക്കാൻ വന്നിരുന്ന മല്ലിക യഥാർത്ഥത്തിൽ ദീപകിനെ പ്രലോഭിപ്പിക്കുകയായിരുന്നു. എന്നാൽ കാര്യങ്ങൾ മാറിമറിഞ്ഞത് പിന്നീട് പണത്തെ ചൊല്ലിയുള്ള തർക്കത്തിലാണ്. നിയന്ത്രണം വിട്ട ആ നിമിഷം അവളെ തള്ളി മാറ്റിയപ്പോൾ മല്ലിക ഭിത്തിയിൽ തലയടിച്ചു വീണു. ഒറ്റ നിമിഷത്തെ ആ ദേഷ്യം മല്ലികയുടെ ജീവൻ എടുത്തെങ്കിലും ദീപകിൻ്റെ ജീവിതത്തെ കൊലയാളിയുടെ തടവറയിലാക്കി. മരിച്ചുവെന്ന് ഉറപ്പായതോടെ പരിഭ്രാന്തനായ ദീപക് മൃതദേഹം സൂട്ട് കേസിൽ കുത്തി നിറച്ച് രാത്രിയുടെ മറവിൽ അടുത്തുള്ള കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഉപേക്ഷിച്ചു. മനുഷ്യൻ്റെ നിസ്സഹായതയും ഭയവും അതിനെ തുടർന്നുണ്ടായ നിയന്ത്രണം നഷ്ടപ്പെട്ട ദേഷ്യവും എങ്ങനെ ഒരു യുവാവിനെ കൊലപാതകിയാക്കി മാറ്റിയെന്നും ഒപ്പം ഒരു ജീവൻ ഇല്ലാതാക്കിയെന്നും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ അലയടിക്കുന്ന വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയാതെ വരുമ്പോഴാണ് പലയിടങ്ങളിലും മനുഷ്യൻ തുല്യനായി മാറുന്നതും അതിക്രൂരമായ സംഭവങ്ങൾ അരങ്ങേറുന്നതും. ഇത്തരത്തിൽ ഒറ്റ നിമിഷത്തെ വികാരത്തിൽ നശിച്ചുപോയ ജീവിതങ്ങൾ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. ശരിക്കും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു അവൻ്റെ ഉള്ളിലെ നിയന്ത്രണമില്ലാത്ത വികാരങ്ങളല്ലേ? അതോ പരിഷ്കൃതമായ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആദിമമായ മൃഗവാസനയാണോ? പുതിയ ജയിൽ മേധാവിയായി ചാർജെടുത്ത ശേഷം അവിടെയുള്ള ജയിൽ പുള്ളികളെ അറിയുകയായിരുന്നു സൂപ്രണ്ട് മാധവൻ പിള്ള സാർ. ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന 15ാം സെല്ലിലെ ദീപകിൻ്റെ ജീവിതം വെറും 23 വയസ്സിലെ ഒരു അടഞ്ഞ അധ്യായമായി തീർന്നത് വേദനയോടെ അദ്ദേഹം ഓർത്തു. ഒരു നിമിഷത്തെ സുഖത്തിനു വേണ്ടിയുള്ള പാച്ചിലും പണത്തെ ചൊല്ലിയുള്ള തർക്കവും ഒടുവിൽ നിയന്ത്രണം വിട്ട ദേഷ്യവുമാണ് അഭ്യസ്തവിദ്യനായ ദീപകിൻ്റെ ഈ അവസ്ഥയുടെ തിരക്കഥ. ചെന്നൈ നഗരത്തിലെ ആ സൂട്ട് കേസ് ബാക്കി വെച്ചത് മനുഷ്യൻ്റെ വികാരങ്ങൾ നിയന്ത്രണം വിടുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളുടെ ആഴമാണ്. എങ്ങനെയുണ്ട് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഇടണം. ഇനി അടുത്തൊരു നല്ല കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.